കോളേജ് ഇലക്ഷൻ ഡേയ്സ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോളേജ് ഉണരുന്ന സമയമാണ് ഈ ഇലക്ഷൻ ദിവസങ്ങൾ പറഞ്ഞല്ലേ. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു സ്ഥലത്ത് ചുവന്ന കൊടി, ഒരു സ്ഥലത്ത് പച്ചക്കൊടി, ഒരു സ്ഥലത്ത് നീലക്കൊടി. എന്താ കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയായിരിക്കും. ഇനി കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തൊരു മുദ്രാവാക്യം, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മുദ്രാവാക്യം. പിന്നെ എല്ലാവരും ഈ പാർട്ടിക്കാരൊക്കെ നെട്ടോട്ടോടുന്ന സമയം, അതായത് ഓല പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പലതും. പിന്നെ കാണാത്ത പല മുഖങ്ങളും ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ എങ്ങനെയായിരുന്നു കോളേജ് ഇലക്ഷൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എന്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്? അപ്പോൾ എല്ലാവരും ആദ്യമേക്ക് താങ്കളാണ് സെക്രട്ടറി ഓഫ് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നേരുന്നു ചാർത്തുന്നു. സോഷ്യൽ സെക്രട്ടറിയുടെ ഉണ്ടാവില്ലേ, എല്ലാവിധ അനുഗ്രഹങ്ങളും അതേപോലെ സപ്പോർട്ട് ഉണ്ടാവണം പ്രതീക്ഷിക്കുന്നു. നമ്മളെ കോളേജിൽ കലാശക്കൊട്ടാണ്. എന്താ ശിവ പറയൂ, ഏത് പാർട്ടി ജയിക്കും? ശിവന്റെ ഒരു അവസ്ഥ ഇത് കാണുന്ന എന്താ SFI ആൾക്കാരും UDSF ആൾക്കാരും ഇത് പറയാം, ഏത് പാർട്ടി അറിയൂല, അതിലൊക്കെ ജയിച്ചാ മതി. ഇപ്പത്തെ ഇതെങ്ങനെയുണ്ട് പ്രചരണം? കഴിഞ്ഞ വർഷത്തിലാണ് UDSF ഒന്ന് ഒതുങ്ങിക്കാണ് എൻ്റെ ഒരു ഇതില്. പിന്നെ SFI ഒന്നും പിന്നെ പഴയ പോലെ തന്നെയാണ്. UDSFിൽ ഓല് ഇങ്ങനെ എല്ലാവരും വോട്ട് വയ്ക്കാൻ വരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓലിങ്ങനെ UDSF ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവാണ്. ചിലവരൊക്കെ ചോദിക്കും, എല്ലാവരും അല്ല. മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് പുതു സമ്മാനമാക്കി നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു എന്താ പറയണ്ടേ മാച്ചിനാരി എന്ന് പറയുന്ന ഈ ഒരു ഏകാധിപത്യ കോർട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാം. SFIയുടെ മേലെ മുഴുവൻ വോട്ട് ചെയ്യാം. ചിക്കൻ അവിടെ പരിപാടി ഉണ്ട്, കുട്ടിക്കലാശം ഓണ്ടേക്ക് വരിക, തമ്പോലെ തീ എല്ലാം. ഓക്കെ, സെറ്റ്. എൻ്റെ പേര് ആൽവിൻ ഷെർലോൺ, മാജിസ്ട്രേറ്റ് മത്സരിക്കുന്നത്. എന്നാലും വോട്ട് ചെയ്യണേ. മൂഞ്ചല് എന്ന് പറഞ്ഞാല് ഇമ്മാതിരി എന്താണ് നമ്മുടെ മൂഞ്ചി അവസ്ഥ? പറഞ്ഞെടുക്ക്. ഞങ്ങളുടെ 3 ആളെ ഫോണിൽ പൈസ ഇല്ല. ഒരാളെ വിളിക്കേണ്ടിയിരുന്നു, അതിന് അറിയുന്ന ഒരാളെ തപ്പിയാണ് ഇവിടെ കുത്തിരിക്കുന്നത്. ഇതുവരെ ഒരാൾ പോലെ ഇതുവരെ പോയിട്ടില്ല. കുറെ മനുഷ്യന്മാര് ഇങ്ങോട്ടൊന്നും വിളിക്കാം, അതുമില്ല. സ്നേഹമില്ലാത്തോണ്ട് എന്താ ഒരു അറിയുന്ന ആൾക്കാർ തപ്പിയിട്ടാണ് ഇതുവരെ. ഇത് കോളേജിന്റെ സെന്ററാണ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അറിയണ ഒരു മനുഷ്യന്മാരുടെ കണ്ട അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ കലാശക്കൊട്ട്. ഇത്തവണ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ പോലെ ഒരു ഫീല്. ക്യാമ്പയിൻസ് ഒക്കെ വളരെ കുറച്ച് ദിവസങ്ങളിലുള്ളായിരുന്നു, അങ്ങനത്തെ ഒരു ഫീല്. എൻ്റെ ഇടയിലൊരു പൂജാ ലീവൊക്കെ വന്നു. പിന്നെ ഞാൻ വരാത്തൊരു ദിവസം ഉണ്ടായിരുന്നു, എനിക്കൊരു സംശയമുണ്ട്, എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇതില്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ഒരു പുതുമയിലിരിക്കല്ലേ, അപ്പോൾ എല്ലാം ഒരു കൗതുകമാണല്ലോ. ഇപ്രാവശ്യം കൗതുകം പോയല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ വന്ന് വോട്ട് ചോദിക്കുന്നു, ക്ലാസ്സിക്ക് വന്ന് വോട്ട് ചോദിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം തന്നെ ക്ലാസ്സിക്ക് വന്ന് എനിക്ക് തോന്നുന്നൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇരുന്ന ക്ലാസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ
ഇരുന്നപ്പം എൻ്റെ ക്ലാസ്സിലാകെ 2 പാർട്ടിക്കാരും ഒറ്റ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്താ പറയുക, അങ്ങനെ വന്ന് അങ്ങനെയായിരുന്നു. പിന്നെ SFIക്ക് കഴിഞ്ഞ വർഷം 2 സീറ്റ് നഷ്ടപ്പെട്ടാണ്. അപ്പോൾ അത് തിരിച്ച് പിടിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് അവർക്കുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അവർക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ ഇപ്രാവശ്യം 5 മത്സരാർത്ഥികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ളത് ഞങ്ങൾ ക്ലാസ്സിൽ നിന്നാണ് തോന്നുന്നു. ഒന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാം. സെക്കൻഡ് DC ആയിട്ട് മത്സരിച്ച ലിയ, പിന്നെ അഭിജിത്ത് അസോസിയേഷൻ സെക്രട്ടറി, പിന്നെ ആദില മാഗസിൻ എഡിറ്ററായിട്ട്, പിന്നെ ആരായിരുന്നു, പിന്നെ ശ്രീകു അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട്, ദേവനന്ദ വൈസ് ചെയർമാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ആവേശം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചെയർമാൻ പോസ്റ്റിൽ മത്സരിച്ച 2 ആൾക്കാരും എനിക്ക് എൻ്റെ മൈൻഡിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, പഠിച്ചവൻ ആരെ ജയിക്കാന്ന്. ആ ഒരു സംഭവം അത് ഇപ്രാവശ്യം ചെയർമാൻ പോസ്റ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ചില പോസ്റ്റുകൾക്ക് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ആര് ജയിക്കും, ആരേക്കാരും ജയിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ, ആര് ജയിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇലക്ഷനൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാവുക. അപ്പം ഞങ്ങളുടെ കോളേജിൽ ചില പോസ്റ്റുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ആവേശം. നമുക്ക് മനസ്സിലാവില്ല ഏകദേശം കണ്ടാൽ. അങ്ങനെ നമ്മുടെ ഇലക്ഷൻ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നേരത്തെ വന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം വൈകിപ്പോയി. റിയ ഇവിടെ എല്ലാവരും പേരൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ടായതുകൊണ്ട് ആദ്യത്തെ 10 ആദ്യം ഒരാൾ ഞാനായിരിക്കും. ക്യൂ നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ക്യൂ നിൽക്കേണ്ടി, കുറച്ച് വൈകിപ്പോയി, കുറച്ച് ക്യൂ നിൽക്കേണ്ടിയിരുന്നു. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തുന്നത് സാന്ദ്രയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉള്ള ചില പോസ്റ്റുകളുണ്ട്, ചിലത് നമുക്ക് ഊഹിക്കാരായിരിക്കും ജയിക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ ജയിച്ചതെന്ന് ആർക്കും ഞാൻ ഇവിടെ പറയണില്ല, ബാക്കി ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. ക്യാമ്പസിന്റെ ചെയർമാനായിട്ട് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് സമിത സുരേഷിനെയാണ്. ഞങ്ങൾ തരുന്നു SF കാൻഡിഡേറ്റ് ജയിച്ചതിന് ലഡ്ഡു കിട്ടി. SFI ജയിച്ചിന് കിട്ടിയോ? ഗവൺമെന്റ് കോളേജ് മണപ്പള്ളി 2025-26 അക്കാദമിക് വർഷത്തെ കോളേജ് യൂണിയനിൽ 2ാം വർഷ വിദ്യാർത്ഥി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാജൻ PK എന്ന ഞാൻ, 3ാം വർഷ വിദ്യാർത്ഥി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട സച്ചിൻ VM എന്ന ഞാൻ, PG റെപ്രസെന്റേറ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതി P എന്ന ഞാൻ, യൂണിവേഴ്സിറ്റിയുടെയും കോളേജിന്റെയും ചട്ടങ്ങളും താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് കോളേജിന്റെയും വിദ്യാർത്ഥികളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രീതിയോ ഭീതിയോ കൂടാതെ പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ ഭരണഘടനാ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹിസ്റ്ററി അസോസിയേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദേവസ്നിഗ്ധ എന്ന ഞാൻ, പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീലങ്ക എന്ന ഞാൻ, കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി എന്ന ഞാൻ. ഇന്നായിരുന്നു നമ്മുടെ സത്യപ്രതിജ്ഞയും വിക്ടറി ഡേയും. സത്യപ്രതിജ്ഞയുടെ കുറച്ച് ക്ലിപ്സ് കിട്ടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്ടറി ഡേ സെലിബ്രേഷന് 3 മണിക്ക് ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എലക്ഷൻ ത്രൂ മൈ ഐസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.